നമസ്കാരം. നെതന്യാഹു ഈ യുദ്ധത്തിനിടയ്ക്ക് കുളിമുറിയിൽ കാല് തന്നെ വീണു. അയാൾ ഹോസ്പിറ്റലൈസ് ആയി. ഇത് ഇറാൻ്റെ മിസൈൽ അറ്റാക്കിൽ സംഭവിച്ചാണെന്ന് ഇറാൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു രാജ്യം എന്നുള്ള ഇമേജുമായി ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സർവൈലൻസ് മെക്കാനിസം ഉള്ള, സർവൈലൻസ് ഇൻഡസ്ട്രി ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. മറ്റൊന്ന്, വിധേനയുള്ള മിസൈലുകളെയും ബോംബുകളെയും തകർക്കാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, ലോകപ്രശസ്തമായ സിസ്റ്റം. സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം അവിടുത്തെ അയൺ ഡോമിനെ കുറിച്ചും എല്ലാം. ലോകത്തെ എല്ലാ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന വിധം പ്രശസ്തമാണ് അവിടുത്തെ പ്രതിരോധ സംവിധാനം. അങ്ങനെ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ യുദ്ധത്തിനിടയിൽ കുളിമുറിയിൽ കാല് തന്നെ വീണു. എന്തൊരു അവസ്ഥയാണല്ലേ! മനുഷ്യരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുളിമുറിയിലൊന്ന് കാല് തെറ്റി വീണിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ഈ അടുപ്പ് കൂട്ടികൾ. ഇപ്പം വേറൊരു ഗുണമുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് ഈ വലിയ തീവ്രനായിട്ടുള്ള ഈ ദാവീദിന് വലിയ നാവാട്ടമൊന്നുമില്ല. പകരം ഇപ്പോൾ ശിങ്കിടികളാണ് നാവാട്ടിക്കൊണ്ടിരിക്കുന്നത്. അജിംസാണ് നിന്നങ്ങ് തള്ളി മറിക്കുന്നത്. ഇസ്രായേലിനകത്ത വിഷമമാണ് അവർക്കുള്ളത്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് കുളിമുറിയിൽ കാല് തെറ്റി വീണാൽ പോലും അതിൻ്റെ ചിത്രങ്ങൾ പോലും കാണിക്കില്ല. കാരണം അത് ഇറാൻ ചെയ്തതാണ് എന്ന് ലോകം തെറ്റിദ്ധരിക്കല്ലേ. ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള ഇസ്രായേൽ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത്. അവരുടെ പ്രധാനമന്ത്രിക്ക് കുളിമുറിയിൽ ഒന്ന് കാല് തെറ്റി വീഴാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം തന്നെ കേട്ടോ. 2023 ഒക്ടോബർ 8 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള തള്ളിമറിക്കലാണ് ഇവരുടെ. ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? ഹമാസിൻ്റെ ആ സമയത്തെ തലവനായിരുന്ന ഇസ്മയിൽ ഹനിയ, അയാൾ എവിടെയാണ് എന്ന് ലോകത്ത് ആർക്കും അറിയില്ല. അയാൾ അത്ര സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്നല്ല ആർക്കും അയാളെ കണ്ടെത്താനോ കൊല്ലാനോ സാധിക്കില്ല എന്നായിരുന്നു ദാവീദ് അന്ന് തള്ളിമറിച്ചത്. അങ്ങനെ തള്ളിമറിക്കുന്ന കാലത്താണ് ഇറാൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട വാർത്ത ലോകം കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ അത് ഇസ്രായേൽ ചെയ്തതാണ് എന്ന തരത്തിൽ. പക്ഷേ അപ്പോഴും ഹമാസിനോടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മരണപ്പെടുന്നത് ഇറാൻ്റെ പ്രസിഡൻ്റാണ്. ശരി, ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. അതിനുശേഷം സ്വാഭാവികമായിട്ടും അവരെന്തായിരിക്കും ചെയ്യുക? പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. അതെ, പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ആ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കം പോയിരുന്നു. ലോകത്തെ പല രാജ്യങ്ങളിലും പോയിരുന്നു. അവരുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരെ വിളിച്ചിരുന്നു. അങ്ങനെ ആ ചടങ്ങിന് മുന്നോടിയായിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ, അതായത് ഈ മീഡിയ വണ്ണുകാരൊക്കെ പറഞ്ഞ് വളരെ സുരക്ഷയിൽ എവിടെയോ ഒളിവിൽ കഴിയുന്നു എന്ന് പറയപ്പെടുന്ന ഇസ്മയിൽ ഹനിയ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറാനിൽ എത്തുന്നു. ഇറാൻ്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ, ഈ പ്രസിഡന്റിൻ്റെ വസതിക്ക് സമീപത്ത് വെച്ച് തന്നെ അയാൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്? അയാളെ ഒരിക്കലും എവിടെയാണ് അയാൾ താമസിക്കുന്നത് എന്ന് കണ്ടെത്താൻ പോലും ലോകത്തിന് പറ്റില്ല. അയാളെ കൊല്ലാൻ ഒരിക്കലും പറ്റില്ല എന്ന് യുവന്മാർ തള്ളിമറിച്ച ആൾ മാളത്തിൽ നിന്ന് അയാളെ പുറത്തിറക്കി ഇറാനിൽ കൊണ്ടുവന്ന് ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ വസതിക്ക് സമീപം വെച്ച് തട്ടി ഇസ്രായേൽ. എന്തൊരു നിരാശയായിരുന്നു എന്നറിയാമോ ഇവർക്ക്? അന്നത്തെ ദിവസങ്ങളിലൊക്കെ ചർച്ച കണ്ടവർക്ക് മനസ്സിലാവും. അതിനുശേഷം അതാ വരുന്നു യഹിയ സിൻവർ എന്ന് പറഞ്ഞ മറ്റൊരു തീവ്രൻ, ഇവരുടെ ആ സമയത്തെ ബാപ്പ. അയാൾ ഇതുപോലെ അതിൻ്റെ തലവനായപ്പോഴും, ഹമാസിൻ്റെ തലവനായപ്പോഴും ഇവന്മാർ മറ്റൊരു തള്ളിമറിക്കൽ കണ്ടു. അയാൾ അതീവ സുരക്ഷിതമായിട്ടുള്ള ബംഗറിലാണ്, കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു ഭവനമൊക്കെ ഉണ്ട് അവിടെയാണ് എല്ലാവിധ സുരക്ഷയോടും താമസിക്കുന്നത്. അയാളുടെ 100 കിലോമീറ്റർ പരിസരത്ത് പോലും എത്താൻ പറ്റില്ല എന്ന തരത്തിലായിരുന്നു അടുത്ത തള്ളിമറിക്കൽ. പിന്നീട് ലോകം കണ്ട എങ്ങനെയാണ്? ലോകത്തെ ഇസ്രായേൽ കാണിച്ച എന്താണ്? അയാൾ ഒളിവിൽ താമസിക്കുന്ന ഇടത്ത് വെച്ചിട്ട് അയാളെ ഡ്രോൺ ആക്രമണത്തിൽ അയാളെ കീറി പറിച്ചതിന് ശേഷം അയാൾ ഒരു കൈമാത്രം ഇങ്ങനെ പൊങ്ങും, ഒരു ചുള്ളിക്കമ്പ് വെച്ച് ഈ ഡ്രോണ് അയാൾ വളരെ അവശനായിട്ട് എറിയുന്ന ഒരു ദൃശ്യമാണ് ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത്. ഇവർ അടുത്തെങ്ങ് എത്താൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ യഹിയ സിൻവറിൻ്റെ മരണവും അങ്ങനെയായിരുന്നു. അയാളുടെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് 100 കണക്കിന് കിലോ സ്വർണ്ണമൊക്കെ ഇസ്രായേൽ കണ്ടെടുക്കുകയുണ്ടായി. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയായിരുന്നു അയാൾ അവിടെ താമസിച്ചിരുന്നത്. പിന്നീട് അടുത്തത് ഹമാസിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്തതായി അവർ ഹിസ്ബുള്ളയെ പിടിച്ചു. ഹിസ്ബുള്ളയുടെ നസറുള്ള എന്ന് പറഞ്ഞ നേതാവുണ്ട്. ഹിസ്ബുള്ളയുടെ സൈന്യം കുറേ കൂടി ശക്തമാണ്, ഹമാസിനെ പോലെയല്ല. ഹിസ്ബുള്ളയിൽ അങ്ങനെ ഹമാസിനെ തോൽപ്പിച്ചവരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത തള്ളു തുടങ്ങി. അപ്പോഴത്തെ നസറുള്ളയെ തന്നെ അമ്മമാർ തീർത്തു, തലവനെ തന്നെ തീർത്തു. ബാക്കിയുള്ള തീവ്രന്മാരുടെയൊക്കെ പോക്കറ്റിൽ കിടന്ന പേജർ പൊട്ടി തകർത്തുപോയി. ഇമാർ പേജർ മേടിച്ചതിന് കാരണം മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന പേടിയിലാണ് ഇവന്മാർ പേജർ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ പേജറിനകത്ത് ഇസ്രായേൽ വേറെ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാരുടെയൊക്കെ പോക്കറ്റിൽ കിടന്ന പേജറാണ് പൊട്ടിത്തെറിച്ചത്. കുറേ എണ്ണം ആ സ്പോട്ടിൽ തന്നെ അങ്ങ് ഹോറി പാദം പുൽകി. വേറെ ചിലർക്ക് അവിടെ ചെന്നിട്ടും കാര്യമില്ലാതായി. കാര്യം പ്രധാനപ്പെട്ട സംഗതിയൊക്കെ ഈ പൊട്ടിത്തെറിയിൽ അടിച്ചുപോയി. അങ്ങനെ സകല രീതിയിലും സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ്
സാക്ഷാൽ ഇറാനെ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അടിക്കാൻ തുടങ്ങിയത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തയിൽ ഇറാനുള്ള നഷ്ടമാണ് ഇവർ വരുന്നത്. കേരളത്തെക്കാൾ ചെറിയ ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേലിൽ ഈ ഇറാൻ്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഘടാഘടിയൻ മിസൈലും അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളും ഒക്കെ ഒരെണ്ണം തികച്ചു പോലും വേണ്ട അതിനെ ഇല്ലാതാക്കാൻ. പക്ഷേ അത് അവിടെ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കൊള്ളാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ കുളിമുറിയിലൊന്ന് കാലുതെറ്റി വീഴുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാകുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മതൂതി കൂട്ടങ്ങൾ എത്തിയിരിക്കുന്നു. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇവരുടെ ഈ മാനസികാവസ്ഥ ശരിക്കും ഒരു പഠന വിഷയമാക്കണം. അത് ദേശീയ തലത്തിലല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു പഠന വിഷയമാക്കണം. തങ്ങളുടെ ആശയത്തെ പിന്തുടരുന്നവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് അതേ ആശയധാരയെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഓരോ നേതാക്കളെയും ചുറ്റിപ്പറ്റി ഓരോ സാങ്കല്പിക കഥകൾ മെനഞ്ഞ് അവരെ ഇസ്രായേലിന് തൊടാൻ പോലും പറ്റില്ല എന്ന പരുവത്തിൽ സങ്കല്പിച്ച് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ഇടുന്ന ഇത്തരം ആളുകളെ കൊണ്ട് ഹൊയ് ഹൊയ് വിളിപ്പിച്ചു ഒടുവിൽ ഓരോ കൃത്യമായ ഇടവേളയിൽ ഇസ്രായേൽ ഇവരെയൊക്കെ തട്ടുമ്പോൾ അതിന് തൊടുന്യായങ്ങളും മറന്യായങ്ങളും പറഞ്ഞ് ആശ്വസിക്കുന്നു. ഒടുവിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒന്ന് കുളിമുറിയിലെങ്കിലും കാല് തന്നെ വീടിരുന്നെങ്കിൽ എന്ന് പ്രാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വട്ടായി പോയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ.